അനിയത്തി വന്നത് പിന്നെ അവൾ ഫുൾ അടിമപ്പണിയാണല്ലോ എന്ന് ആർക്കും തോന്നരുത് കേട്ടോ. അങ്ങനെയൊന്നുമല്ല, അവൾ മനസ്സറിഞ്ഞ് ചെയ്യുന്ന കാര്യമായിട്ട് അവളായിട്ട് വന്നതാണ്. വന്നിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ വീട്ടിൽ നിന്നും ആർക്കും വരാൻ പറ്റുന്നില്ല, ഞാനെങ്കിലും വന്ന് എന്തെങ്കിലും നിന്നെ സഹായിക്കണ്ടേ എന്നായിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തു തരാം എന്നും പറഞ്ഞ് വന്നിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ അതേപോലെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയും നാളായിട്ട് ഞാൻ നിന്റെ നല്ല മനസ്സ് കാണാതെ പോയല്ലോ എന്നായിരുന്നു കേട്ടോ ഞാൻ അവളോട് പറഞ്ഞത്. എന്തൊക്കെ ആയാലും തട്ടിമുട്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുമ്പോൾ അതേപോലെയൊക്കെ ചെയ്യും കേട്ടോ. കുഞ്ഞിനൊരു സഹായം എന്ന് വേണം പറയാം. അതേ ദിവസവും നാളെ ഇവിടെ കാണത്തില്ല, ക്ലാസ് ഉള്ളതുകൊണ്ട് ഒരു 2-3-4 ദിവസം ഇവിടെ കാണും. അത് കഴിയുമ്പോൾ അവൾ ക്ലാസ്സിന് പോകും കേട്ടോ. അവൾ വന്നപ്പം തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഒരു ജോലി മാത്രം നീ എന്നോട് പറയുകയും ചെയ്യരുതെന്നായിരുന്നു കേട്ടോ. അപ്പോൾ തുണി കഴുകാൻ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര പാടാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അവളുടെ മനസ്സുപോലെ തന്നെ കുഞ്ഞൻ തലേന്ന് തന്നെ തുണികളെ എല്ലാം കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ വന്നപ്പോഴത്തേക്ക്. പക്ഷേ അവൾ പോകുന്നതിൻ്റെ തലേന്ന് പിന്നെ വൈകുന്നേരം ഉള്ള തുണിയെല്ലാം കഴുകി തന്നിട്ടേക്ക് തന്നെ കേട്ടോ പോയതും.